ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നാളെ 19 നവംബർ 2025 ജനുവരി 1 മുതൽ നാം കണക്ക് കൂട്ടുമ്പോൾ 323 ദിവസം. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് കൃതജ്ഞത പ്രകടിപ്പിക്കുന്നത് ആർക്ക് വേണ്ടി. കൃതജ്ഞത പ്രകടിപ്പിക്കേണ്ടത് ആർക്ക് വേണ്ടി എന്നതാണ്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അനേകർ നമ്മെ പല രീതിയിൽ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി സഹായിക്കുന്നുണ്ടാവും. അവർ നമുക്ക് നല്ലത് പ്രവർത്തിച്ച് തരുന്നുണ്ടാവും, നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതിനൊക്കെയും നമ്മൾ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് നാം ആദ്യമായി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ലോകത്തിൽ ആരൊക്കെ ഉപകാരം ചെയ്താലും അവർക്കൊക്കെയും കൃതജ്ഞത പറയുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അങ്ങനെ കൃതജ്ഞത പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ രക്ഷിതാവിന് നമ്മൾ കൃതജ്ഞത പറയുന്നവർ ആയിരിക്കണം. അതായത് ഈ ലോകത്തിലേക്ക് നമ്മൾ വരുവാനുണ്ടായ കാരണം തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്, നമ്മുടെ രക്ഷിതാവാണ്. നമ്മളുടെ മാതാപിതാക്കൾ നമുക്ക് ഓരോ അവസരത്തിലും തന്നിട്ടുള്ളതായ ആ കൃപാവരങ്ങൾ നമ്മൾ ഇന്ന് ഏത് സ്ഥിതിയിലാണോ ആ സ്ഥിതിയിൽ ആകുവാനുണ്ടായ കാരണമൊക്കെയും ആ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളാണ്. അവൻ തന്നിട്ടുള്ളതായ കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ കൃപാവരങ്ങൾ കാരണമാണ്. ആ കൃപാവരങ്ങൾ കൊണ്ട് നമുക്ക് ഇന്നേവരെ കിട്ടിയിട്ടുള്ളതായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര പ്രാവശ്യം കൃതജ്ഞത അവന് അർപ്പിച്ചിട്ടുണ്ട്, പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ എന്ന്. അതായത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ എന്ന്. നമ്മൾ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ വർഷം നമ്മുടെ ദൈവാനുഗ്രഹത്താൽ നമുക്ക് 323 ദിവസങ്ങൾ കിട്ടി. അതിൽ എത്ര പ്രാവശ്യം നമ്മുടെ രക്ഷിതാവിന് നമ്മൾ കൃതജ്ഞത പറഞ്ഞു എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ നമ്മളെ ഉപദ്രവിക്കാത്ത എല്ലാവർക്കും നമ്മൾ കൃതജ്ഞത പ്രകടിപ്പിച്ചോ എന്ന് നാം ചോദിക്കേണ്ടതുണ്ട്. നമ്മളെ ആരും സഹായിച്ചില്ല എങ്കിൽ തന്നെയും നമ്മളെ ഉപദ്രവിക്കാത്തവർക്ക് നമ്മൾ കൃതജ്ഞത പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതായ ആ പാതയിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീനെന്നാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ആദ്യം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവനായിരുന്നു. അതിനുശേഷം ആ യേശു ക്രിസ്തു അവന് പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ അവൻ നമ്മളിൽ ഒക്കെയും അതിശ്രേഷ്ഠനായി മാറി. അവൻ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞു. നമ്മൾക്ക് അതിന് സാധിക്കുന്നുണ്ടോ? നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഞാൻ എത്ര ദിവസം ജീവിച്ചു എന്ന്? ആ ഒരു ദിവസത്തിന് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നന്ദി പറയുന്നവരാണോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് ആരെ കൊണ്ട് സാധിക്കുമെന്നറിയാമോ? നല്ലൊരു ഹൃദയമുള്ളവരെ കൊണ്ട് അത് സാധിക്കത്തുള്ളൂ. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതായത് ഒരു ശുഭചിന്തകന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്തിഗാനങ്ങൾ ഹൃദയത്തിൽ തട്ടിപ്പാടുന്നവരും വചനം വായിച്ച് ഗ്രഹിക്കുന്നവരും ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരും ആയിരിക്കണം. അത് നാം ചെയ്യുന്നവരാണെങ്കിൽ മാത്രമേ നമുക്ക് ഹൃദയംഗമായ കൃതജ്ഞത മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ ദൈവമായ കർത്താവിന് ആദ്യം നമ്മൾ അർപ്പിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇടവും ബലവുമുള്ളവർക്ക് നമുക്ക് കൃതജ്ഞത പ്രകടിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അതിന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമുണ്ട്. നമ്മൾ മറ്റുള്ളവരെ അപ്രോച്ച് ചെയ്യുന്ന അവസരത്തിൽ ഒരു നല്ല പുഞ്ചിരിയോടുകൂടി, ഒരു ശുഭചിന്തയോടുകൂടി ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കിക്കേ. അവർ ഏത് കഷ്ടത്തിലാണ്, ഏത് വിഷമത്തിലാണ്, സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ എന്ന് നമ്മൾക്കറിയില്ല. എന്നാൽ നമ്മുടെ അപ്രോച്ച് ശുഭചിന്തയോടുകൂടിയാണെങ്കിൽ അത് അവർക്ക് സൗഖ്യം പ്രദാനം ചെയ്യും, സന്തോഷം പ്രദാനം ചെയ്യും. അവളുടെ പ്രസൻസ് അവർക്ക് വലിയ ഒരു അനുഗ്രഹമായി മാറും. അതൊക്കെയും നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പൈതലായിരിക്കണം. അതിനായിട്ട്
നാം എപ്പോഴും ഇടപെടാതെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. പൗലോസ് ശ്ലീഹ പറഞ്ഞതായ കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. യാക്കോബ് ശ്ലീഹ പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങളുടെ പ്രവൃത്തിയുമായിരിക്കണമെന്നാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, അവന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ, നമ്മുടെ പ്രവൃത്തിയും അങ്ങനെയുള്ളതായെങ്കിൽ മാത്രമേ നമുക്ക് സത്യസന്ധമായ രീതിയിൽ കൃതജ്ഞത പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിപ്പോൾ ക്ലിയറായി എന്ന് കരുതട്ടെ. ആരാണ് കൃതജ്ഞത പറയേണ്ടത്? നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണത് പറയേണ്ടത്. ആർക്കാണ് പറയേണ്ടത്? ആദ്യം നമ്മുടെ സൃഷ്ടാവിനും, അതിനുശേഷം നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങളായ മാതാപിതാക്കൾക്കും, നമ്മളുടെ ഗുരുക്കന്മാർ ആത്മീയ ഗുരുവും, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിനായി ചെല്ലുന്ന ആ സ്ഥലത്തുള്ള ഗുരുക്കന്മാരും, അവർക്കുമാണ് നമ്മൾ ആദ്യമായി കൃതജ്ഞത അർപ്പിക്കേണ്ടത്. എന്ന് മാത്രമല്ല, നമ്മളെ കഴിഞ്ഞും മുതിർന്നവരെ ബഹുമാനിക്കുകയും നമ്മളെ കഴിഞ്ഞും പ്രായം കുറഞ്ഞവരെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ഇഷ്ടം. അതിന് നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വചനം വായിച്ച് ഗ്രഹിച്ച് നമ്മൾ മുമ്പോട്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. നമ്മൾ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നവർ ആയിരിക്കും. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ചെയ്യേണ്ടത്. അതാണല്ലോ ദൈവേഷ്ടം എന്ന് നാം മനസ്സിലാക്കണമേ എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.